ഈ നാടിന്റെ ജനനായകനായ ഈ നാടിന്റെ ഹൃദയമിടിപ്പുകൾ തിരിച്ചറിഞ്ഞ പ്രിയങ്കരനായ ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ MP, ഏറ്റവും ബഹുമാന്യനായ കേരളത്തിലെ കോൺഗ്രസിന്റെ നായകൻ ശ്രീ K. സുധാകരൻ MP, നമ്മുടെ AICCയുടെ ചാർജുള്ള പ്രിയങ്കരിയായ ജനറൽ സെക്രട്ടറി ശ്രീമതി ദീപാദാസ് മുൻഷി, വേദിയിലും സദസ്സിലുള്ള ഏറ്റവും ബഹുമാന്യരായ നേതാക്കളെ, സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, സുദീർഘമായ ഒരു പ്രസംഗത്തിന്റെ യാതൊരു ആവശ്യമില്ല. നമ്മുടെ നേതാക്കൾ വളരെ വ്യക്തമായി ഈ സമരാഗ്നി ജാഥയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളെക്കുറിച്ച് നിങ്ങളോട് സൂചിപ്പിച്ചു. വരാൻ പോകുന്നത് തെരഞ്ഞെടുപ്പാണ്. ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ കോൺഗ്രസ് കൊണ്ട് ഫാസിസ്റ്റ് ഗവൺമെന്റിനെതിരായി ഈ രാജ്യത്തെ ജനങ്ങളുടെ മനസ്സുകളിലേക്ക് വിഷവിത്തുകൾ വിതച്ച് വിദ്വേഷത്തിന്റെ ക്യാമ്പയിൻ നടത്തി നമ്മളെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്ന ആ ശക്തികളെ നമ്മുടെ മണ്ണിൽ കുഴിച്ചു മൂടുമെന്നുള്ള ഉജ്ജ്വലമായ പ്രഖ്യാപനം നൽകുകയാണ് സമരാഗ്നിയുടെ പ്രഥമ ലക്ഷ്യം. 2, ഈ സംസ്ഥാനത്ത് 8 വർഷമായി അധികാരത്തിലിരിക്കുന്ന നമ്മുടെ സംസ്ഥാനത്തെ മുച്ചൂടും മുടിപ്പിച്ച അഴിമതി കൊണ്ട്, കെടുകാര്യസ്ഥത കൊണ്ട്, ധൂർത്തുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട കേരളത്തെ ഇല്ലാതാക്കിയ വരാനിരിക്കുന്ന തലമുറകളെ പോലും വലിയ വിപത്തിലേക്ക് തള്ളിവിടുന്ന ഈ ധിക്കാരികളുടെ ഈ സർക്കാരിനെതിരായി, കേരള സർക്കാരിനെതിരായി, അവർക്കെതിരായി നമ്മൾ സമർപ്പിക്കുന്ന കുറ്റപത്രം കൂടിയാണ് സമരാഗ്നി. ഈ 2 സർക്കാരുകൾ അവരൊരേ നാണയത്തിന്റെ 2 വശങ്ങളാണ് എന്നതാണ് നമ്മുടെ തിരിച്ചറിവ്. രണ്ടുപേരും ശ്രമിക്കുന്നത് നമ്മുടെ കേരളത്തിൽ വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. സംഘപരിവാർ ദേശീയ തലത്തിൽ വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ, ഫാസിസ്റ്റുകളായി അങ്ങനെ ചെയ്യുമ്പോൾ, കമ്മ്യൂണിസ്റ്റുകൾ കേരളത്തിൽ ചെയ്യുന്നത് ഈ വർഗീയ ധ്രുവീകരണം ലക്ഷ്യമാക്കിയ. ഇവിടെ ഫാസിസ്റ്റുകളും കമ്മ്യൂണിസ്റ്റുകളും സന്ധി ചെയ്തിരിക്കുക. 2ാം ലോക മഹായുദ്ധ കാലത്ത് ലോകം കണ്ട ഏറ്റവും വലിയ ഫാസിസ്റ്റായ ഹിറ്റ്ലറുമായി റഷ്യൻ കമ്മ്യൂണിസ്റ്റായ സ്റ്റാലിൻ ഒരു സന്ധി ചെയ്തു. ഹിറ്റ്ലർ സ്റ്റാലിൻ പാക്ട് എന്നാണ് അതിന്റെ പേര്. ഫാസിസവും കമ്മ്യൂണിസവും സന്ധി ചെയ്യുന്ന ദുരന്തപൂർണമായ കാഴ്ച 2ാം ലോക മഹായുദ്ധ കാലത്തെ കറുത്ത ഏടായിരുന്നു. കറുത്ത ഏട് ഹിറ്റ്ലറും സ്റ്റാലിനും സന്ധി ചെയ്യുന്നു. ഇവിടെ നാം കാണുന്നത് നരേന്ദ്രമോദിയും പിണറായി വിജയനും സന്ധി ചെയ്യുന്ന മോഡി പിണറായി പാറ്റ. 20ാം നൂറ്റാണ്ടിന്റെ ആദ്യ പകുതിയിൽ ലോകത്ത് സംഭവിച്ച ദുരന്തം 21ാം നൂറ്റാണ്ടിന്റെ ആദ്യ പകുതിയിൽ ഈ കേരളത്തിൽ ഉണ്ടാകുന്നു എന്ന തിരിച്ചറിവ്. ഫാസിസവും കമ്മ്യൂണിസവും തമ്മിൽ അന്തർധാരയുണ്ട് എന്നുള്ള തിരിച്ചറിവാണ്. പരസ്പരം സഹായിക്കുകയാണ്. കള്ളക്കടത്ത് കേസിൽ, ലൈഫ് മിഷൻ കേസിൽ, കോഴക്കേസിൽ മോഡി ഭരണകൂടം പിണറായിയെയും കൂട്ടരെയും സഹായിച്ചു. പകരം കുഴൽപ്പണ ഇടപാടിൽ BJP നേതാവ് സുരേന്ദ്രനെ പിണറായിയുടെ പോലീസ് സഹായിച്ചു. പരസ്പരാശ്രിതമായി പരസ്പരം സഹായിച്ചവർ മുന്നേറുന്നു. അതുകൊണ്ടാണ് കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം വഴിമുട്ടുന്നത്. നമുക്ക് ചെറുത്തു തോൽപ്പിക്കേണ്ടത് ഇവരെ 2 കൂട്ടരെയുമാണ് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം. നമ്മളൊരു കുടുംബം പോലെ ഒരുമിച്ച് നിന്ന് ഇവരെ 2 പേരെയും പരാജയപ്പെടുത്തി ദേശീയ തലത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഒരു ശക്തമായ തിരിച്ചുവരവ് സാധ്യമാക്കാൻ ഈ കേരളത്തിൽ നിന്ന് 20-ൽ 20 MPമാരെയും സംഭാവന ചെയ്യാൻ നമുക്ക് കഴിയണം. അതിനുവേണ്ടിയിട്ടുള്ള കഠിനാധ്വാനമാകണം ഇനിയുള്ള ദിവസങ്ങൾ നിങ്ങൾ ഏറ്റെടുക്കേണ്ടത് എന്ന് മാത്രം വിനയപൂർവ്വം പറഞ്ഞുകൊണ്ട് ഈ സമ്മേളനത്തിൽ പങ്കെടുത്ത മുഴുവൻ പേരെയും ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുന്നു. നമ്മുടെ പരിപാടി സമാപനത്തിലേക്ക് കടക്കുകയാണ്.